ഇന്ന് മഗ്‌രിബിനാണ് നമ്മൾ മാസപ്പിറവി കണ്ടത് എന്നറിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട പരിപാടി വേഗം അരി എടുക്കുക. ഇറച്ചിക്ക് ക്യൂ നിൽക്കുന്നതിൻ്റെ മുമ്പ് അത് ഇതാണ്ട് കഴിക്കുക. ഫിത്ർ സക്കാത്തിൻ്റെ അരി അത് വിതരണം ചെയ്യുക. നമ്മൾ മാസാണ്ട് കണ്ടെന്ന് കണ്ട ഇറച്ചി കണ്ട് വരിക്കും. വരി നിന്ന് ഈ ഫിത്ർ സക്കാത്ത് അവിടെ മറക്കും. പിന്നെ പിറ്റേന്ന് രാവിലെ കുളിച്ച് മാറ്റി പള്ളിക്കും പോകും. ഫിത്ർ സക്കാത്ത് അവിടെ മറന്നു. ഫിത്ർ സക്കാത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പം മഗ്‌രിബ് വാങ്ങിക്കൊടുത്തതിന് ഉടൻ ഫിത്ർ സക്കാത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം, സമയം കണ്ടെത്തണം, ഫിത്ർ സക്കാത്ത് കൊടുത്തോളണം. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ധാരാളം തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ്. തക്ബീറിന് രണ്ടാമത്തെ കാര്യം ധാരാളം തക്ബീർ ചൊല്ലുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ വാപ്പ ഇവിടെ ഉണ്ട്, എൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പ പഴയ കാലത്ത് ഞങ്ങളൊക്കെ ചെറുതാകുന്ന കാലത്ത് പെരുന്നാളായി എന്നറിഞ്ഞാൽ നിൽക്കാതെ തക്ബീർ ചൊല്ലുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. നടന്നിങ്ങനെ പോകുന്ന യാത്രയിലും പെരുന്നാളായതിന് ശേഷമാണ് അന്നൊരു കോയക്കാന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ പീടിയെന്നാണ് സാധനം വാങ്ങുക. പൂവാട്ടുമ്പത്തേക്ക് നടന്നു പോകും ചാക്കൊക്കെ ആയിട്ട്. അങ്ങനെ നടന്നു പോകുന്ന സമയത്തിൽ അങ്ങനെ തക്ബീർ ചൊല്ലിയത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ കാലത്തുള്ള ഉസ്താദുമാരുടെ വാള് കേട്ടവരാണ് അവരൊക്കെ. നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും ഏത് സമയത്തിലും തക്ബീർ പതിവാക്കണം. ധാരാളം ധാരാളം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ തക്ബീർ അധികരിപ്പിക്കണം. ഒരു തക്ബീർ ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണങ്ങിയ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അവൻ്റെ പാപങ്ങൾ അല്ലാഹു കൊടിച്ചു കളയും. അത് നമ്മൾ ഇല്ലാതെയാക്കരുത്. മൊബൈലിൽ ഇങ്ങനെ കുത്തി പെരുന്നാൾ ആശംസകൾ നേടുന്നതിന് പകരം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അങ്ങനെ ചൊല്ലുക. ഇതാണ് തക്ബീർ രണ്ടാമത്തത്. മൂന്നാമത്തെ കാര്യം നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ മൂന്നാമത്തെ കാര്യം വേഗത്തിൽ തന്നെ പെരുന്നാൾ കുളി കുളിക്കുക. പെരുന്നാൾ കുളി വേഗത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ സുബഹിൻ്റെ മുമ്പന്നായി പെരുന്നാൾ കുളിയൊക്കെ വേഗം കുളിക്കുക. നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കണം. തേച്ചുരച്ച് കഴുകി കുളിക്കുക. അതേപോലെ തന്നെ ഒരുപാട് സുന്നത്തുകളിൽ പറയുന്നുണ്ട് ഉളു ഉണ്ടാക്കുക എന്ന്, അതുപോലെ തന്നെ മിസ്വാക്ക് ചെയ്യുക. അങ്ങനെ പല സുന്നത്തുകളുണ്ടല്ലോ കുളിയിൽ. ആ സുന്നത്തുകളൊക്കെ പാലിച്ച് നല്ല എണ്ണയൊക്കെ തേച്ച് നല്ല മട്ടത്തിൽ പെരുന്നാൾ കുളിക്കുക. പഴയ കാലത്തൊക്കെ പെരുന്നാൾ കുളി എന്ന് പറഞ്ഞാൽ കുളി തന്നെ ഉണ്ടായിരുന്നു. കാരണം നല്ല എണ്ണ തേച്ച് കണ്ണിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്ന് കണ്ണിങ്ങനെ നിറഞ്ഞൊലിച്ച് അങ്ങനത്തെ ഒരു ഓർമ്മ ഇപ്പം പഴയതിങ്ങനെ ഓർക്കുകയാണ്. ഇന്നിപ്പോൾ അതൊക്കെ മാറി, എണ്ണയില്ല ഒന്നുമില്ല. ഒരു നല്ല എണ്ണയൊക്കെ തേച്ച് നല്ലോണം ഒരു പെരുന്നാൾ കുളിയൊക്കെ കുളിക്കുക. പെരുന്നാൾ കുളി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പള്ളിയിലേക്ക് പോവുക. നേരത്തെ പള്ളിയിലേക്ക് പോവുക. അതായത് പെരുന്നാൾ നിസ്കാരം എപ്പോഴാണ്? 8 മണിക്കാണ്. എന്നിട്ട് പാഞ്ഞ് ചെല്ലുക നിസ്കാരത്തിന്. ഒരിക്കലും നിസ്കാരത്തിന് നിങ്ങൾ ഓടി പാഞ്ഞ് ചാടി പോകുന്നത് ശരിയല്ല. സാവധാനം നല്ല ദൂരമുള്ള വഴികളിലൂടെയാണ് പള്ളിയിലേക്ക് നടന്നു പോകേണ്ടത്. ദൂരമുള്ള വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വായക്കാടാണെങ്കിൽ വായക്കാട്ടേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ വായക്കാട് പള്ളിക്ക് വരുമ്പോൾ ഒരു മെയിൻ വഴി ഉണ്ടാകുമല്ലോ, മെയിൻ റൂട്ട്. ആ റൂട്ടിലൂടെ അങ്ങ് നടന്നു വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ തോനെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വായക്കാട് നിന്ന് പിന്നെ തിരുവാലൂർ ഭാഗത്തുള്ള ആൾ പൊന്നാട്ടൂടെ പോയി എടവണ്ണപ്പാറമ്മ കൂടെ ചെന്ന് മാവൂർ കൂടെ ചാടി ഇങ്ങനെ ചെറുപ്പേ കൂടെ പോന്ന് ഊർക്കടവ് കൂടെ പോന്ന് ഇതിലങ്ങനെ ഇങ്ങോട്ട് വരണം എന്നല്ല എൻ്റെ മാന. നമ്മളെ നാട്ടിൽ നിന്ന് പള്ളിക്ക് പോകുമ്പോൾ നല്ല റോഡിലൂടെ മെയിൻ വഴിയിലൂടെ നടന്നു പോവുക. എളുപ്പ കുറുക്ക് വഴിക്ക് നടന്നു പോകരുത്. മനസ്സിലായില്ലേ? തിരിച്ചു പോരുമ്പോൾ കുറുക്ക് വഴിക്ക് പോരുകയും ചെയ്യാം. മനസ്സിലായോ? കുറുക്ക് വഴിക്ക് പോരുകയും ചെയ്യാം. പോകുന്ന സമയത്തിൽ മാക്സിമം വാഹനം ഉപയോഗിക്കാതിരിക്കുക. വാഹനം ആകെ കൊല്ലത്തിലൊരു പ്രാവശ്യമല്ലേ, ആകെ കൊല്ലത്തിലൊരെറിയല്ലേ. അതിങ്ങനെ ഈ വണ്ടിയും കാറുമായിട്ട് പോകുന്നതിന് പകരം എന്ത് രസമുണ്ടാവും.
നിങ്ങളൊന്ന് അന്ന് തസവ്വുറാക്കി നോക്കി, എന്ത് രസമുണ്ടാവും ആ യാത്ര. നല്ല പുതിയ തുണിയും കുപ്പായൊക്കെ ഇട്ട്, പുതിയ തുണിയും കുപ്പായൊക്കെ ഇട്ട്, മക്കൾക്കും നല്ല പുതിയ തുണിയും കുപ്പായം വാങ്ങിക്കൊടുത്ത്, നല്ല അത്തറ് പൂശി അങ്ങനെ നടക്കുന്ന സമയത്തിൽ കാണുന്നവനോട് മുഴുവനും സലാം പറയാം. ഒരു സലാം പറഞ്ഞാൽ എത്ര കൂലിയാണുള്ളത്? 30 നന്മകൾ ചെയ്ത കൂലി അള്ളാഹുവിന് കൊടുക്കുന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എത്ര ആളുകളോട് സലാം പറയാം? അസ്സലാമു അലൈക്കും ഈദ് മുബാറക്, അസ്സലാമു അലൈക്കും ഈദ് മുബാറക്, ഈദ് മുബാറക്. എത്ര പേരോട് പറയാൻ പറ്റും? നടന്നങ്ങനെ പോകും. അതിന് പോകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. സുബഹി നിസ്കരിച്ച് പിന്നീട് പെരുന്നാളിന് കടന്നുറങ്ങുക. തീരെ സുബഹി നിസ്കരിച്ച് ഉറങ്ങാൻ പാടില്ല. സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ഉറക്കത്തിൻ്റെ പേരാണ് ഐലൂലത്തിൻ്റെ ഉറക്കം. ആ സമയത്തിൽ ഉറങ്ങിയാൽ ഭൂമി കടന്ന് കരയും. ആ സമയത്തിൽ ഉറങ്ങിയാൽ. പെരുന്നാളിനൊന്ന് ഉറങ്ങണ മനുഷ്യന്മാരുണ്ട്. പഠിച്ചോനറ എൻ്റെ സഹോദരിമാരെ, ഇവിടെ കുറേ ആൾക്കാർ സഹോദരിമാർ ഇത് കേൾക്കണമുണ്ട്, ഇവിടെ വന്നവരുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഒരൊറ്റൊന്നിനും കടന്നുറപ്പിക്കരുത്, പെരുന്നാളിനൊന്നും ഉറങ്ങിപ്പിക്കരുത്. അത് ഉറങ്ങിയാൽ ആകാശലോകത്തിൽ നിന്ന് റഹ്മത്തിൻ്റെ മാലാക്കന്മാർ ഇറങ്ങി വരുന്ന സമയം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞു പെയ്യുന്ന സമയം. ആ സമയത്ത് കടന്നുറങ്ങിയാൽ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ഇനി അങ്ങനെ ദിവസം കിട്ടണമെങ്കിൽ, അങ്ങനെ ഒരു ചെറിയനാളിൻ്റെ രാവ്, ചെറിയനാളിൻ്റെ പ്രഭാതം വരണമെങ്കിൽ 1 കൊല്ലം കാത്തിക്കണം. 1 കൊല്ലത്തിനിടയിൽ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതിനൊക്കെ കാരണം ഒരു പക്ഷേ ഈ പ്രഭാതമായിരിക്കും. ഈ പ്രഭാതത്തിൽ ഉറങ്ങിയ കേടായിരിക്കും ഈ 1 കൊല്ലത്തിൻ്റെ പ്രശ്നങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരിക. സുബഹി ബാങ്ക് കൊടുത്ത ഉടൻ എഴുന്നേറ്റ് നേരെ കാര്യങ്ങൾ നിസ്കരിച്ച് കാര്യങ്ങളൊക്കെ വേഗം ചെയ്യണം. എന്നിട്ട് പള്ളിയിൽ പോയി അവിടെ ഇരുന്ന് തക്ബീർ അങ്ങനെ ചൊല്ലണം. അതിന് തക്ബീർ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങും. നിസ്കാരം 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞാൽ പാഞ്ഞു പോരരുത്. 2 ഖുത്ബയും ഉണ്ടാകും. 2 ഖുത്ബയും ഓതി അപ്പോഴത്തേക്ക് എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം. മകളെയും കുട്ടികളൊക്കെ ആയിട്ട് പെരുന്നാൾ നിസ്കാരം 2 റക്അത്താണ് പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീറുകൾ സുന്നത്താണ്. 7 തക്ബീറുകൾ സുന്നത്താണ് 1-ാമത്തെ റക്അത്തിൽ. സുന്നത്തേ ഉള്ളൂ. ഇനി ഒരാൾ മറന്നുപോയി വിചാരിച്ചിട്ട് എന്താക്കണ്ട, ബേജാറാവണ. നിസ്കാരം ബാത്തിലാവൂല, സുന്നത്താണ്. പക്ഷേ സുന്നത്തേ ഉള്ളൂ ഒഴിവാക്കുകയും വേണ്ട. അല്ലാഹു അക്ബർ എന്ന് ആദ്യത്തെ തക്ബീറത്തിൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഓതൽ സുന്നത്താണ്. വജ്ജഹത്ത് നിസ്കാരത്തിൽ ഒഴിവാക്കൽ കറാത്താണ്. വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇങ്ങനെ 7 തക്ബീറുകൾ ചൊല്ലണം. 7 തക്ബീറുകളുടെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റും ചൊല്ലണം. ആ 7 തക്ബീറുകൾക്ക് ശേഷം ഫാത്തിഹ ഓതണം. ഫാത്തിഹയുടെ മുമ്പ് അഊദു ചൊല്ലണം. ഫാത്തിഹ കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയണം. അത് കഴിഞ്ഞാൽ സൂറത്ത് ഓതണം. ഇഷ്ടമുള്ള സൂറത്ത്, നമ്മളെ തൊള്ളയിൽ ഏത് സൂറത്താണോ കിട്ടുന്നത് ആ സൂറത്ത് ഓതുക. അങ്ങനെ വിശുദ്ധമായ പവിത്രതയുള്ള 1-ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉള്ള റക്അത്തിന് ഞാൻ ഇഷ്ടമുള്ള സൂറത്ത് പറഞ്ഞാൽ നിങ്ങൾ ബേജാറാവേണ്ട വെച്ചിട്ടാണ്. അത് ഉണ്ടായില്ലേതും ശരിയാകൊള്ളുന്നില്ല. നിങ്ങൾക്ക് കാഫിറും സൂറത്ത് നിങ്ങൾക്ക് അറിയാം, ഓതിയോളി. ഇനി വേണ്ട, വെറും എത്രയോ പേരുണ്ട് അങ്ങനെ. ഖുൽ ഹുവല്ലാഹു അഹദ്, ഫലക്കും നാസും മാത്രം അറിയുന്ന എത്രയോ ഉമ്മമാരുണ്ട്. അവരോട് ഞാൻ അത് കൂടി പറഞ്ഞ് പേടിപ്പിച്ചാൽ ബേജാറോ. നിങ്ങൾക്ക് അതേ അറിയോ, എന്നാൽ അത് ഓതിക്കോളൂ, അത് മതി. നിസ്കാരം ബാത്തിലാവില്ല, അത് ഓതിക്കോളൂ, സുന്നത്ത് കിട്ടും. എന്നിട്ട് റുക്കൂഅെത്തിയതാൽ സുജൂദിനിടയിലുള്ള 2-ാം സുജൂദ്. അത് കഴിഞ്ഞാൽ മേലോട്ട് അല്ലാഹു അക്ബർ 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കല്ലോ. ആ തക്ബീറിന് ശേഷം 5 തക്ബീറുകൾ സുന്നത്തുണ്ട്. അതിലും ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ലുക. അങ്ങനെ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുക. സലാം വീട്ടിക്കഴിഞ്ഞാൽ ആണുങ്ങളെ, നിങ്ങൾക്ക് ഖുത്ബയുണ്ട്. ആ ഖുത്ബ കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് അവറുകൾ ദുആരക്കും. ദുആയിൽ എല്ലാവരും ആമീൻ പറഞ്ഞ് പിന്നെ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? നേരെ പള്ളിപ്പറമ്പിലേക്ക് പോകണം. പുതിയ ഉടുപ്പം ധരിച്ച്, പുതിയ വസ്ത്രം ധരിച്ച്, പുതിയ ചെരുപ്പ് ധരിച്ച് നേരെ പള്ളിപ്പറമ്പിലേക്ക് കയറണം. അവിടെയുണ്ട് നമ്മെ 10 മാസം ഗർഭം ചുമന്ന് നമ്മെ പ്രസവിച്ച നമ്മുടെ പൊന്നുമ്മ നമ്മെ കാത്തിരിക്കുന്നു. നമ്മെ പോറ്റി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ നമ്മെ കാത്തിരിക്കുന്നു. അവരുടെ അരികിൽ ചെല്ലണം. അവരെ കാണാതെ പോകരുത്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മകൻ തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിച്ച് വീട്ടിൽ നിന്നിറങ്ങിയാൽ
ആ ഉമ്മയുടെ അരികിലേക്ക് ചുറ്റുഭാഗത്തുമുള്ള ഖബറാളികൾ വരും. എന്നിട്ട് ആ ഉമ്മയോട് പറയും, നീ എത്ര ഭാഗ്യവതിയാണടി, നിന്റെ മകൻ ഇങ്ങനെ സിയാറത്തിന് വരുന്നുണ്ടല്ലോ, നീ എത്ര ഭാഗ്യവതിയാണ്. ഇന്ന് ചുറ്റുമുള്ള ആളുകൾ ഇങ്ങനെ സന്തോഷം പറയും. ഉപ്പയുടെ അരികിലേക്ക് പോകുമ്പോൾ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ഇങ്ങനെ പറയും, നീ എത്ര സന്തോഷവാനാണ്, നീ എത്ര സന്തോഷവാനാണ്, നിന്റെ അരികിൽ നിന്റെ മകൻ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. നേരെ മറിച്ച് നമ്മൾ സിയാറത്തിന് പോയിട്ടില്ലെങ്കിലോ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്തിൽ നമ്മുടെ അപ്പുറത്തുള്ള ഉമ്മ, ആ ഉമ്മാനെ കാണാൻ ആ ഉമ്മയുടെ മക്കൾ പോയി. ഇപ്പുറത്ത് നമ്മുടെ ഉമ്മയുണ്ട് അവിടെ. ആ ഉമ്മാനെ കാണാൻ പോകാതെ പുതിയ വസ്ത്രം ധരിച്ച് പള്ളിയിൽ നിന്ന് നിന്റെ ചെരുപ്പും തപ്പി, നിന്റെ മകൾക്ക് നിന്റെ മകനിക്ക് വാങ്ങിക്കൊടുത്ത പുതിയ ചെരുപ്പുകളുണ്ട്, അതൊക്കെ ഉള്ളോടത്തുനിന്ന് തപ്പിപ്പിടിച്ചത് കാൽമലിട്ട് കൊടുത്ത് അങ്ങനെ കയ്യും കഴുകി നിങ്ങനെ നടന്നു പോകുമ്പോൾ നിന്റെ ഉമ്മ അപ്പുറത്തുള്ള അമ്മനോട് പറയും, ജത്ര ഭാഗ്യവതിയാണടി, ഇൻകുണ്ടൊരുത്തന്, ഓൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഓൻ്റെ അടുത്തേക്ക് വന്നില്ല. ഓന് എൻ്റെ കാക്ക, എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിലാ ഓൻ നിൽക്കണ്. എൻ്റെ കാക്ക കുഴിച്ച കിണറ്റുന്നാ ഓൻ വെള്ളം കുടിക്കണത്. എൻ്റെ കാക്ക നട്ടു വളർത്തിയ തെങ്ങിൻ മുകളിൽ നിന്നാണ് അവൻ തേങ്ങ പറിച്ച് കഴിക്കുന്നത്. എൻ്റെ കാക്ക ഉണ്ടാക്കിയ സമ്പാത്തിൽ നിന്നാ അവൻ കഴിക്കുന്നത്. എൻ്റെ വീട്ടിലേക്കാവൻ പോണത്, എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ ആ ഉമ്മയുടെ വിഷമത്ര ഉണ്ടാവും. നമ്മുടെ ഖബറിൽ കിടക്കുന്ന നമ്മുടെ അമ്മച്ചുണ്ടല്ലോ, ഒരിക്കലും നമ്മെ ആലോചിച്ച് വിഷമിക്കാൻ പാടില്ല. നമ്മുടെ മക്കളെയായിട്ട് പോകണം, ഖബർ സിയാറത്ത് ചെയ്യണം, യാസീൻ ഓതി ദുആ നടത്തണം, സലാം പറയണം. പച്ച മലയാളത്തിൽ ദ്വാരനോളി, മൂല്യാരെ തന്നെ തിരയണം എന്നില്ല. അതിന് ചില ആൾക്കാർ പറയലും അങ്ങനെ, ഇന്നിപ്പോൾ എങ്ങനെ സിയാറത്തിന് പോകാം, മൂല്യാമാർക്കൊക്കെ ഭയങ്കര തിരക്കാന്ന്. എന്തിനാ സിയാറത്തിന് മൂല്യാമാരെ തന്നെ വേണമെന്നുണ്ടോ? പോയിക്കോ, ദ്വാൻ്റെ മര്യാദ ഉണ്ടല്ലോ. ഹംദ് കൊണ്ട് തുടങ്ങുക, സലാത്ത് കൊണ്ട് തുടങ്ങുക, ഹംദും സലാത്തും ചെല്ല. എന്നിട്ട് പഠിച്ചോനെ, എനിക്ക് അറബി ഒന്നും അറിയില്ല റബ്ബേ, എനിക്കൊരറിയുന്നൊരു ഭാഷ ഉണ്ട് റബ്ബേ, ഇതിൻ്റെ ഉമ്മയാണല്ലോ, എൻ്റെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേന്ന് അറിയില്ലേ? പറയാൻ അറിയില്ലേ? പൊട്ടിക്കരഞ്ഞ് രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കി ദ്വാരക്കാൻ. പഠിച്ചോൻ, എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതുപോലൊരു പെരുന്നാളിന് നല്ല പുതിയ വസ്ത്രം ധരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മച്ചി അടുക്കളയിൽ ചോറ് വെക്കാണ്. ഉമ്മ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പം ആ കരി പിടിച്ച മാക്സിയുമായി വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്ന് രണ്ട് കൈകളിലുള്ള കരിയും രണ്ട് കരികളിലുള്ള അഴുക്കുകളും മാക്സിയിൽ തുടച്ച് എൻ്റെ കവിള് പിടിച്ച് എനിക്ക് ചുംബനം ചെയ്ത് ഞാൻ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ എന്നെ നോക്കി നിന്ന് അവസാനം ഞാൻ പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ ബാക്കോട്ട് നോക്കിയപ്പോ ആ ഉമ്മറപ്പടിയിൽ ആ കരിയും പിടിച്ചു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാവ്, ആ മാതാവ് അറബൈ കിടക്കുന്നത്, എൻ്റെ അമ്മക്ക് സ്വർഗം കൊടുക്കണം എന്ന് പൊട്ടിക്കരഞ്ഞ് പറയാൻ നമുക്കറിയൂലേ? വേദന കൊണ്ട് പ്രസവിച്ച ഉമ്മ രാത്രി സമയങ്ങളിൽ ഉറക്കമൊഴിഞ്ഞ് പരിപാലിച്ച ഉമ്മ, കിലോമീറ്ററുകളോളം വാഹനമില്ലാത്ത സമയത്തിൽ ഒക്കത്ത് വെച്ച് നടന്നു പോയ ഉമ്മ, ബസ്സിലേക്ക് കയറിയപ്പോൾ നമ്മൾ ഒക്കത്താണ്, ഉമ്മയുടെ ഒക്കത്താണ്, നല്ല സീറ്റ് കിട്ടിയിട്ടില്ല, ഇരിക്കാൻ കഴിയണില്ല. ആ സമയത്തിൽ ഉമ്മ കമ്പി പിടിക്കും. പാവം ആ കമ്പി പിടിച്ചിങ്ങനെ ഓടുന്ന സമയത്തിൽ പെട്ടെന്ന് ബ്രേക്ക് വരുമ്പോൾ ഉമ്മ അങ്ങനെ മുന്നോട്ട് പോകും. മുമ്പിലുള്ള സഹോദരിയുടെ കഴുത്തിലോ തോളിലോ തൻ്റെ കൈ കുത്തിപ്പോകും. ആ സമയത്തിൽ അവൾ ദേഷ്യം പിടിക്കും, എന്താടി ഞങ്ങൾക്ക് പിടിച്ചു നിന്നോടാൻ ചോദിക്കും. ആ സമയത്തിൽ നമ്മളമ്മ ചെയ്തത് എന്താണെന്നറിയോ? നമ്മളെ കവളത്തിലേക്ക് ചുംബനം ചെയ്തിട്ട് നമ്മളെ മാറോട് ചേർത്തി പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ പൊരിവെയിലത്തും പൊരിമയത്തും അധ്വാനിച്ച് കിട്ടുന്ന കാശിന് വസ്തുക്കൾ വാങ്ങി തൻ്റെ വീട്ടിലേക്ക് നടന്നു പോരുമ്പോൾ ആ ഉപ്പാക്ക് ചിന്തിച്ച ഒരു പിടി ഭക്ഷണം പോലും നമുക്ക് കിട്ടൂല. അപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാതെ കിട്ടുന്ന കാശ് മുഴുവനും വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഭക്ഷണം തന്ന നമ്മുടെ ഈ ഉപ്പാനിനി ശിക്ഷിക്കരുത് എന്ന് മലയാളത്തിൽ പറയാൻ അറിയില്ലേ? മലയാളത്തിൽ പറയാം, റബ്ബിനോട് ദ്വാരക്ക് പൊട്ടിക്കരയാം. എന്നിട്ടത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുക. ഇതൊക്കെ മറന്നു പോകരുത്. വീട്ടിൽ പോയി അവിടെ എല്ലാ ഭക്ഷണം കഴിച്ച് അവിടെ കടന്നുറങ്ങരുത്. ചില ആൾക്കാരുണ്ട് പെരുന്നാളിന് കടന്നുറങ്ങണ മനുഷ്യന്മാരുണ്ട്. തലേന്ന് ഉറക്കൊഴിഞ്ഞെന്ന് വെച്ചിട്ട് അന്ന് കടന്നുറങ്ങല, പകലിന് കടന്നുറങ്ങല. ഉറങ്ങി തീർക്കാനുള്ളതാണോ പെരുന്നാൾ എന്ന് പറഞ്ഞ സാധനം? നേരെ കുടുംബ സന്ദർശനം നടത്തണം. മോളെ വീട്ടിലേക്ക് പോകണം, മരോളെ വീട്ടിലേക്ക് പോകണം, മരോൻ്റെ വീട്ടിലേക്ക് പോകണം, മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് പോകണം, എളാപ്പാൻ്റെ വീട്ടിലേക്ക് പോകണം.
കുടുംബങ്ങളെ സന്ദർശിക്കണം. കുടുംബ സന്ദർശനം വളരെ വളരെ മഹത്വമുള്ളൊരു അമലാണ്. കുടുംബ സന്ദർശനം നടത്താൻ വേണ്ടി ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങിയാൽ മഹാന്മാരാകുന്ന മലക്കുകൾ തിരിച്ചു വരുന്നത് വരെ അവനിക്ക് വേണ്ടി ദ്വാരക്കുന്നതാണ്. അവൻ്റെ എല്ലാ വിഷയത്തിനും വേണ്ടി ദ്വാരക്കും. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞൊരു 10 മണിയാകുമ്പോൾ വീട്ടിലെത്തില്ല, ഭക്ഷണം കഴിച്ച് വേഗം ഇറങ്ങുക, ബൈക്കുമായിട്ട് ഇറങ്ങുക. അത് നടന്നു പോകണ്ട, ബൈക്കുമായിട്ട് ഇറങ്ങുക, കാറുമായിട്ട് ഇറങ്ങുക, മക്കളൊക്കെ കൂട്ടുക, ഐറ്റിങ്ങ പഠിപ്പിച്ചു കൊടുക്കുക. പെങ്ങളെ വീട്ടിൽ പോവുക, മരുക്കളെ വീട്ടിൽ പോവുക, പേരക്കുട്ടികളെ എന്തൊരു രസമുണ്ടെന്ന് പഴയ കാലത്തൊക്കെ. വയസ്സന്മാരായ വല്യപ്പമാർ ഇല്ലേ, ഓർത്തു നോക്കിയാണ് നിങ്ങൾ, ഇങ്ങനെ ഓർത്തു നോക്കിയാണ് പഴയ കാലത്ത് നമ്മളമ്മാൻ്റെ ഒപ്പ വന്ന കഥ. ആ പാടത്ത് വരമ്പിലൂടെ മനോഹരമായ പുതിയ കുപ്പായവും നല്ല പരുക്കൻ തലേക്കെട്ടും കെട്ടി നല്ല തുണിയും ധരിച്ച് വെള്ളത്തുണി ഉടുത്ത് ആ മതിൽ വരമ്പിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ പെരുന്നാളിന് അന്നത്തെ ഭക്ഷണം കഴിച്ച് ഉള്ള വറ്റുമുഖത്തും വയറ്റിലും കൈയുടെ മുകളിലും, എന്നിട്ട് അത് കഴിഞ്ഞ് അതിനെ പുറത്തിറങ്ങി കളിമണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലായിരിക്കും വല്യാപ്പാൻ്റെ തല ഇങ്ങനെ കാണുക. കളിക്കോപ്പകൾ മുഴുവനും വലിച്ചെറിഞ്ഞ് വല്യാപ്പാനെ കാണുമ്പോൾ ഓടിച്ചെന്ന് വല്യാപ്പാൻ്റെ അരികിൽ ചെന്ന് വല്യാപ്പയെ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുമ്പോൾ പാവം ധരിച്ച വസ്ത്രം മറന്നു പോകുന്നത്, ഉടുത്ത തുണി മറന്നു പോവത്, കെട്ടിയ തലേക്കെട്ട് മറന്നു പോവത്. ആ കുഞ്ഞു പൈതന്നെ മാറോട് ചേർത്തിപ്പിടിച്ച് മാറോട് ചേർത്തിപ്പിടിച്ച് ആ മകനെയുമായിട്ട് ഇങ്ങനെ നടന്നു വന്ന രംഗം. പുരയിലെത്തിയതിൻ്റെ ഷെജിൻ്റെ കുപ്പായൊക്കെ നാശാക്കിയില്ലടോ. അപ്പോഴാണ് തൻ്റെ ധരിച്ച കുപ്പായം മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് മോളോടുന്ന് ഭക്ഷണം കഴിച്ച് മരോനെ കണ്ട് ആ മകളെയും കൂട്ടിയിട്ട് തിരിച്ചു വരുന്ന ഒരു വരവുണ്ട്, ഒരു രാജകീയ വരവ്. മുന്നിൽ വല്യാപ്പ നടക്കണു, ആ വല്യാപ്പാൻ്റെ കയ്യിൽ കുട്ടിയുണ്ട്. മക്കളെയും മകളെയും പേരക്കുട്ടികളെയും കൂട്ടിയിട്ട് പെരുന്നാളിന് വീട്ടിലേക്ക് വന്ന കഥകൾ, മരോനോട് രാത്രി അങ്ങോട്ട് വരണട്ടോ എന്ന് പറഞ്ഞ കഥകൾ ഒക്കെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതൊക്കെ സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ പകൽ മുഴുവനും കുടുംബ സന്ദർശനവുമായിട്ട് നാം ചെലവഴിക്കണം. അതുപോലെ രോഗികളെ കാണണം. പെരുന്നാളിനന്ന് രോഗികളെ കാണുക ഉസ്താദെ, അന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ. സന്തോഷിക്കൽ മാത്രമല്ല, സന്തോഷിപ്പിക്കുകയും ചെയ്യണം. രോഗസന്ദർശനം സന്തോഷിപ്പിക്കലാണ്. രോഗികളെ സന്ദർശിക്കുന്ന രോഗികളെ അവരെ അത് മതി, നമ്മുടെ വലിയ സവാബുള്ള സംഗതിയാണ്. അങ്ങനെ അന്നത്തെ ദിവസം വളരെ ഭംഗിയായി കഴിച്ചുകൂട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. പെരുന്നാൾ എല്ലാം കൊണ്ടും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സന്തോഷമുണ്ടാകുന്നൊരു പെരുന്നാളായിട്ട് മാറട്ടെ.